ലാലേട്ടൻ ഈസ് ബാക്ക് ഇൻ ദിസ് ഫിലിം. ജീത്തു ജോസഫിന്റെ ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ഉണ്ടല്ലോ, അതിലെനിക്ക് ദൃശ്യം മുതൽ അല്ലെങ്കിൽ മെമ്മറീസ് മുതൽ അദ്ദേഹത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഷോട്ട് എന്ന് പറയുന്നത് റിയാക്ഷൻസ് കാണിക്കും കഥാപാത്രങ്ങളുടെ. അങ്ങനെ റിയാക്ഷൻ കാണിക്കുന്ന ഒരു സീനുണ്ട്. എന്താണ് സീൻ എന്ന് ഞാൻ പറയുന്നില്ല. ആ സീൻ മുതൽ പിന്നീട് അങ്ങോട്ട് കഥാപാത്രങ്ങളുമായിട്ട് ഇമോഷണൽ ലോക്കാവുക, അവരുടെ ഇമോഷണൽ കൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുക, ഒരു സിനിമ ഒന്നാകെ നമ്മളെ അതിനകത്തേക്ക് കടത്തിവിടുക. അവിടെ സംഭവിക്കുന്ന ഒരു മാജിക് ഉണ്ട്. അതിൽ ഒരു അൾട്ടിമേറ്റ് മാജീഷ്യനാണ് ജീത്തു ജോസഫ്. ലാലേട്ടൻ തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ ആക്ടിങ്, നമുക്ക് അദ്ദേഹത്തിന്റെ ആ ന്യൂആൻസസ് ഉണ്ടല്ലോ, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ആക്ടിങ് വരെ ഈ സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. എന്തിനും എനിക്കറിയില്ല, ചുമ്മാ അദ്ദേഹത്തെ കാണാത്ത സീനുകൾ പോലും ഇനി ചുമ്മാ അങ്ങനെ കണ്ണു നിറയാം. എന്തിനാണെന്നറിയില്ല, കാരണം അത്രയും അദ്ദേഹത്തിന്റെ വോയിസിൽ പോലും ആ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയും ലാലേട്ടനെ കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് അഭിനയത്തെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് അഭിനയം അറിയില്ല. അദ്ദേഹം സിനിമയിൽ ജീവിച്ച് വന്നിരുന്ന ഒരാളല്ലേ. നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ദ പവർ ഓഫ് ലാലേട്ടൻ ഇൻ ബോക്സ് ഓഫീസ്. ലെറ്റ്സ് സീ.